വിശുദ്ധ ഫ്രാൻസിസിൻ്റേതായിട്ടുള്ള ഒരു ഉത്ബോധനമുണ്ട്. നീ എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അല്ല, അപ്പം ഞാൻ പറയുന്നത് ശരിക്കും ഈ വാക്കുകൾ കുരയ്ക്കുന്നു പക്ഷേ പ്രവർത്തികൾ ഗർജിക്കുന്നു എന്നുള്ള ഒരു കൊട്ടേഷനുണ്ട് എന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നാറുണ്ട് നമ്മളിങ്ങനെ ഒത്തിരി പറയുന്നവരാകുന്നു, കുറച്ച് പ്രവർത്തിക്കുന്നവരുമായി, പ്രത്യേകിച്ച് ഒരു യുവജനത്തിനൊക്കെ അല്ലേ, അവർക്കങ്ങോട്ട് ഒരു ലത്തീനിലൊരു ചൊല്ലുണ്ട്, വചനം പ്രോത്സാഹിപ്പിക്കുന്നു, മാതൃക പിടിച്ചു വലിക്കുന്നു. അതെ അതെ. ഞാൻ പറഞ്ഞത് ഈ ഒരു കാലഘട്ടത്തിൽ യുവാക്കളെ ആകർഷിക്കുന്നതിന് വചനത്തോടൊപ്പം തന്നെ, അല്ലെങ്കിൽ വാക്കുകളോടൊപ്പം തന്നെ, പ്രസംഗത്തിനോടൊപ്പം തന്നെ നല്ലൊരു മാതൃകകളും ജീവിതവും ഒരു സാക്ഷ്യമായിട്ട് അവരുടെ മുമ്പിൽ മാറേണ്ടതാണെന്ന് അച്ഛന് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ അജിത് തോമസിനെ കുറിച്ച് അറിയില്ലേ? എറണാകുളം ഇവിടെ വരാപ്പുഴ അതിരൂപതയിലെ ആ ഇടവകയുടെ പേര് ഞാൻ മറന്നുപോയി. ആ ഇടവയിലാണ് അവളെ സംസ്കരിച്ചിരിക്കുന്നത്. അവള് മഹാരാജാസ് കോളേജിലെയോ അതോ തേവര കോളേജിലെയോ മറ്റോ ലെക്ചറായിരുന്നു, പഠിക്കാൻ പിടിക്കുകയായിരുന്നു. അതിനുശേഷം കൗൾവാർപ്പ് വന്നു, അമൃതാനന്ദ ഹോസ്പിറ്റല്. ആ ഹോസ്പിറ്റലിൽ അവൾ പല പ്രാവശ്യം ഓപ്പറേഷൻ വിധേയമായി. ഓരോ ഓപ്പറേഷൻ വിധേയമാകുമ്പോഴും ഭയങ്കര വേദനയാണ്. പക്ഷെ അവളത് ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു. അവളുടെ ആ 8-9 കൊല്ലത്തെ ആ സഹന ജീവിതം അത് അവളെ ആ പ്രദേശത്തുള്ള മനുഷ്യരെയൊക്കെ മാനസാന്തരപ്പെടുത്താൻ കാരണമാക്കി. അവൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൽ എപ്പോഴും താല്പര്യം കാണിച്ചു. അവളുടെ പേര് അജന ജോർജ്. അവളെ അടക്കിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് അവളുടെ മറ്റൊരു വൈദികന്റെ വലിയൊരു പ്രസംഗമൊക്കെ ഭയങ്കര വൈറലായി പോയി. അച്ഛാ, ഒരു വൈദികനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹം, അതേപോലെ തന്നെ ദിവ്യ ബലിയില് അല്ലെ അർപ്പണം. അത് ശരിക്കും ബലി അർപ്പകനും അല്ലെ ബലി വസ്തുവൊക്കെ ആയിട്ട് വൈദികൻ മാറുന്ന ഒരു സമയമാണത്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം വർത്തമാന കാലത്ത് വിളക്കന്നൂര് ദിവ്യകാരുണ്യ അത്ഭുതം വത്തിക്കാൻ തന്നെ സ്ഥിരീകരിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു സമയമാണ്. റോമിലേക്കൊക്കെ കൊടുത്തയച്ചു. അതേപോലെ തന്നെ കാഞ്ചിക്കോട് റാണി ചേച്ചിയുടെ കാര്യം നമുക്കറിയാം. അപ്പോൾ അത് ഓരോ കാലഘട്ടത്തിലും ദിവ്യകാരുണ്യത്തിലുള്ള ഈശോയുടെ സാന്നിധ്യം ഈശോ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ ഈ പൗരോഹിത്യ യാത്രയിൽ ഈ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ഒരു അറിവും അല്ലെങ്കിൽ അനുഭവവും ഒന്ന് പറയാം. ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള അനുഭവം പറയുമ്പോൾ, നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ ചിന്തകൾ പതറുന്നു, നമുക്ക് നിരാശ വരുന്നു, മനക്ഷോഭം ഉണ്ടാകുന്നു, വെറുപ്പ് തോന്നിക്കുന്നു, വിദ്വേഷം ജനിക്കുന്നു, ഇതൊക്കെ ഉണ്ടാകുന്നു. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും. നമ്മുടെ മനസ്സ് ശാന്തമാകുമ്പോൾ എനിക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും ബോധപൂർവം സംസാരിക്കാനും ഹൃദ്യമായിട്ട് ചിരിക്കാനും എന്നെ ഒരു മനുഷ്യനാക്കുന്നത് ഈ ശാന്തതയാണ്. ഈ ശാന്തതയാണ് പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷനുള്ള, ബുദ്ധിമുട്ടുള്ള ഏതൊരാളും ദിവ്യകാരുണ്യ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ ഈ ഒരു ശാന്തത അനുഭവിക്കാൻ പറ്റും എന്നാണ് അച്ഛൻ പറയുന്നത്. ദിവ്യകാരുണ്യ സന്നിധിയിൽ പള്ളിയുടെ സക്രാരിയുടെ മുമ്പിൽ പോയിരുന്നാൽ ദിവ്യകാരുണ്യ സന്നിധിയിലാണെന്നാണ് നമ്മൾ പറയുക. അതുകൊണ്ടായില്ല. ദിവ്യകാരുണ്യ ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഈശോ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ ഏറ്റു പറയണം. ഈശോ ഉണ്ടെന്ന് വിശ്വസിച്ച് എൻ്റെ നീക്കങ്ങള്, എൻ്റെ ചലനങ്ങള് ഈശോയുടെ സാന്നിധ്യത്തിൽ ഞാൻ നിയന്ത്രിക്കണം. അപ്പോൾ ഈശോയുടെ സാന്നിധ്യത്തിൽ ഞാൻ നിയന്ത്രിക്കുമ്പോൾ എൻ്റെ ശരീരത്തെയും വികാരങ്ങളെയും ഈശോ നിയന്ത്രിക്കും. അപ്പോൾ എൻ്റെ ശരീരം ചിലപ്പോൾ ഇങ്ങനെ ഒരു മെരുക്കമില്ലാത്ത നിലയിൽ നിൽക്കുന്ന സന്ദർഭങ്ങളില്ലേ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലില്ലേ? ഇല്ലേ? പക്ഷെ ആ ശരീരം ഒരു വഴക്കത്തോടു കൂടി, ഒരു മെയ് വഴക്കത്തോടു കൂടി പ്രാർത്ഥനയ്ക്ക് പറ്റിയ വിധത്തിൽ ഒരുങ്ങി കിട്ടണമെങ്കിൽ ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോയോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ ശരീരം വഴക്കമുള്ളതായിട്ട് വരും. അപ്പം നിൻ്റെ ശരീരവും നിൻ്റെ മനസ്സും നിൻ്റെ ആത്മാവും ദൈവത്തിൽ വിലയം പ്രാപിക്കുമ്പോൾ അത് വളരെ മനോഹരമായ, വഴക്കമുള്ള, വളരെ സൗന്ദര്യമുള്ള, ആർക്കും ഹൃദ്യമായ ഒന്നായി തീരും. ഈ ദിവ്യബലി അർപ്പണത്തിന് മുമ്പിലുള്ള ഒരുക്കത്തെക്കുറിച്ച് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരുക്കം അച്ഛൻ നടത്താറുണ്ട്? നന്നായി ജീവിക്കുന്ന, പ്രാർത്ഥനയിലൊക്കെ സ്ഥിരത കാണിച്ച് ജീവിക്കുന്ന, 12 മണിക്കൂർ 13 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അച്ഛനാണെന്ന വരിയിൽ പ്രത്യേക ഒരുക്കമൊന്നും ഇല്ലെങ്കിലും
വലിയ കുഴപ്പമില്ല. പക്ഷേ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഒരുക്കം വേണം. നിങ്ങൾ പള്ളിയിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ല ഡ്രസ്സും ഒക്കെ ഇട്ട് അങ്ങാടിയിൽ നിന്ന് വന്ന ആളാണ്, ആ ഡ്രസ്സ് അങ്ങനെ തന്നെ ഇട്ട് നിങ്ങൾ പള്ളിയിൽ പോവില്ല. നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി മുഖമൊക്കെ നോക്കി മുടിയൊക്കെ ഒന്ന് ചീകി വെച്ച് അത്യാവശ്യം ലേശം പൗഡർ കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് ഷർട്ട് മാറണമെങ്കിൽ ഒന്ന് മാറി കുറച്ചും കൂടി ഒന്ന് നീറ്റായിട്ടാണ് നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നന്നായി പ്രാർത്ഥിക്കുകയും നന്നായി പ്രായശ്ചിത്തം ചെയ്യുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ഉപവാസം എടുക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും കുർബാനയ്ക്ക് വരുമ്പോഴത്തേക്ക് ആ കാര്യം മാറി അവിടെ ഒന്ന് ഒരുങ്ങും. പാദ്രി പിയോ പുലർച്ചെ 1 മണിക്ക് എഴുന്നേൽക്കും. പുലർച്ചെ 1 മണിക്ക് എഴുന്നേറ്റിട്ട് അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. ജപമാല ചൊല്ലിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന് വിളിക്കുമ്പോൾ നന്മ നിറഞ്ഞ മറിയം പാദ്രി പിയോയുടെ മുമ്പിലുണ്ട്. അത് നമ്മുടെ പല പെൺകുട്ടികളും കരിസ്മാറ്റിക് ധ്യാനത്തിന് പോകുന്ന പല പെൺകുട്ടികളും, ആന്ധ്രയിൽ ഒരു ബ്രാഹ്മണ സ്ത്രീയുണ്ട്, കർത്താവിൻ്റെ പീഡാനുഭവം അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവൾ. അവൾ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ നിന്ന് മാറി ക്രൈസ്തവരുടെ കൂട്ടത്തിലേക്ക് വന്നു. കാരണം അവൾക്ക് ഇരിക്കപ്രതിയില്ല. ക്രിസ്തുവിൻ്റെ പീഡാസഹനം അവൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ പീഡാസഹനത്തിൻ്റെ കാരണം? അത് എൻ്റെ പാപമാണ്. ഈ പാപത്തെ എനിക്കെങ്ങനെ പരിഹരിക്കാൻ പറ്റും? എനിക്കെങ്ങനെ ഈശോയെ പ്രസാദിപ്പിക്കാൻ പറ്റും? ആ ചിന്തകൾ വന്നപ്പോഴാണ് ഒരു ക്രൈസ്തവ ആളായിട്ട് ജീവിക്കാൻ ആരംഭിച്ചത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ പീഡാനുഭവം അവൾ മുന്നിൽ കണ്ടപ്പോൾ, അതുപോലെ ക്രിസ്തുവിനെ സക്രാരിയിൽ ഒരു ചെറിയ ഓസ്തികഷ്ണം അവിടെ ഇരിപ്പുണ്ട് എന്നുള്ള ധാരണയിലൂടെ പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടില്ല. ഈശോയെക്കുറിച്ച് പരീസേര് പറഞ്ഞില്ലേ, അവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്ന്. ഈശോയെ തച്ചൻ്റെ മകനായിട്ട് നീ കാണുന്നുള്ള വരിയിൽ ലോകം സൃഷ്ടിച്ച ഈശോയെ നീ ഒരിക്കലും കാണില്ല. നീ തച്ചൻ്റെ മകനായിട്ട് തന്നെ കാണുള്ളൂ. തച്ചൻ്റെ മകൻ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈശോയെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും സൃഷ്ടാവായിട്ടും ഈശോ സർവ്വവ്യാപിയായിട്ടും ഈശോ ചാവിള്ളയെ പോലും കരുതുന്ന സ്നേഹമായിട്ടും അത്രയധികം സ്നേഹിത്വം, മഹോന്നതനായ ദൈവം ഏറ്റവും നിസ്സാരനായ വ്യക്തിയെ പോലും അതിവാത്സല്യത്തോടെ കണക്കിലെടുക്കുന്നു. പറ്റുമോ? അതായത് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ അസ്തിത്വം കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കണം. അവിടെ പൂമരങ്ങൾ പൂത്തു നിൽക്കുന്നു. ഈ പൂക്കൾക്ക് ഇത്ര മനോഹരമായിട്ട് പൂമരങ്ങളും പച്ചിലയും ഒക്കെയുള്ള ഈ ലോകത്തെ സൃഷ്ടിച്ചത് ആരാണ്? അത് അന്വേഷിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കാരുണ്യം നമ്മൾ മനസ്സിലാകും. അതായത് ഈ പ്രപഞ്ചത്തിൽ ഇവിടെയുള്ള ഇപ്പം മൂർഖൻ പാമ്പിനെ സൃഷ്ടിച്ചു. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കർത്താവ് നീ എന്തിനാ ഈ മൂർഖൻ പാമ്പിനെ സൃഷ്ടിച്ചത്? മനുഷ്യരെ ശല്യം ചെയ്യുന്നതല്ലേ? അതിനെ കൊണ്ട് ഉപകാരം ഉണ്ടടാ. മെഡിസിനായിട്ട് പോയി അതിനെ കൊണ്ട് ഉപകാരമുണ്ട്, മനസ്സിലായോ? അപ്പൊ ഇവിടെ ഉപകാരമില്ലാത്ത ഒന്നും, എല്ലാം നന്നായിരിക്കുന്നു എന്നാണ് ദൈവം പറഞ്ഞത്. മൂർഖൻ പാമ്പിനെയും കണ്ടുകൊണ്ടാണ് ഈശോ അത് പറഞ്ഞത്, അല്ലേ? ചെകുത്താനെയും കണ്ടുകൊണ്ടാണ് ഈ ലോകം നന്നായിരിക്കും. ചെകുത്താൻ വേണം, മനസ്സിലായോ? മാലാഖമാർ വഴിതെറ്റി പോയത് എന്നൊരാവശ്യമുണ്ട്. കാരണം ഒരു സ്ട്രഗിളിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. സ്വർഗരാജ്യം ബലവശ്യമാണ്. സ്ട്രഗിൾ ഉണ്ടാകണമെങ്കിൽ ഒരു പ്രതിപക്ഷം വേണം. ആ പ്രതിപക്ഷമാണ് ലൂസിഫർ. എല്ലാം അല്ലേ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാറ്റിലും ഉപരി ദൈവത്തെ സ്നേഹിക്കുക. അപ്പൊ ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിച്ച പോലെ, ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയുടെ നേർക്കുള്ള സ്നേഹത്താൽ ജ്വലിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഫ്രാൻസിസ് അസീസി ശരിക്കും ഈശോയെ കണ്ടു, ദൈവത്തെ കണ്ടു. അതുകൊണ്ടാണ് രണ്ടാം ക്രിസ്തു എന്ന് തന്നെ അതുകൊണ്ടാണ് എല്ലാം ഉപേക്ഷിച്ചപ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെർണാർഡിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു വെക്കുമ്പോഴും പോലും ആർക്കും അദ്ദേഹത്തിൻ്റെ നഗ്നത കണ്ടിട്ട് ഒരു വികാരം തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത്രത്തോളം പക്വമായിരുന്നു. ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള അല്ല യാത്രയായ എല്ലാവരും അതിനെ കാണുന്നത് ശരിയാണത്. അച്ഛൻ്റെ വാക്കുകൾ, ചിന്തകൾ, കാഴ്ചപ്പാടുകൾ ഒക്കെ തീർച്ചയായിട്ടും ഈ വർത്തമാന കാലത്ത് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വ്യക്തികളെ രൂപാന്തരപ്പെടുത്താനായിട്ട് ശക്തിയുള്ളതാണ്. ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ രൂപതകളിൽ പള്ളികളിൽ ശ്രദ്ധിക്കുന്നത് പെരുന്നാൾ നടത്തുക, വാർഷിക ധ്യാനം നടത്തുക. ഇത് പൊതുപരിപാടികളാണ് ഇതൊക്കെ. നമ്മൾ പൊതുപരിപാടികൾ ശ്രദ്ധിക്കേണ്ടെന്നല്ല, പൊതുപരിപാടികൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തിൽ കുടുംബങ്ങളെയും വ്യക്തികളെയും ശ്രദ്ധിക്കണം, സ്നേഹിക്കണം, മനസ്സിലാക്കണം. ഒരു വ്യക്തിയെ മനസ്സിലാക്കിയാൽ തന്നെ അവൻ്റെ ഒരു അംഗീകാരമായി. എൻ്റെ അച്ഛൻ എന്നെ അറിയാം, എൻ്റെ അച്ഛൻ എന്നെ അറിയാം. ലോകം മുഴുവൻ, ഇടവക്കാർ മുഴുവൻ എന്നെ കള്ളനെന്ന് വിളിച്ചാലും
എൻ്റെ വികാരിച്ചനെ അറിയാൻ ഞാൻ കള്ളനല്ല എന്ന്. എനിക്കത് മതി. ഈശോയുടെ സ്നേഹം അങ്ങനെയായിരുന്നു, വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നത്. വ്യക്തിപരം ഈശോ അങ്ങനെയല്ലേ എല്ലാവരെയും ചെയ്തിരുന്നത്. അതെ. അപ്പൊ അത് ഈശോയുടെ ചൈതന്യത്തിൽ നമ്മൾ ഇതിനെ മാറിപ്പോകുന്നു. നമ്മൾ വലിയ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നു, മനസ്സിലായോ? അത് ഒരു തരം പറഞ്ഞ ഒരു വിഗ്രഹാരാധനയാണ്. നമ്മൾ വലിയ പരിപാടി സംബന്ധിച്ചു, പേപ്പറിലൊക്കെ കൊടുത്തു. നമ്മുടെ നോഷൻ ആറ്റിറ്റ്യൂഡ് തെറ്റാണെങ്കിൽ അല്ലേ, നമ്മുടെ ഒരു പ്രശസ്തിയെ, നമ്മുടെ ആ ശക്തി പ്രഭാവം എന്ന് കാണിക്കാൻ ഞാൻ ഇന്ന മാതിരിയൊക്കെ ചെയ്തു. ഞാൻ പെരുന്നാൾ ഭംഗിയായി നടത്തി, തൃശ്ശൂർ പൂരം ഭംഗിയായി നടത്തി. കഴിഞ്ഞ കൊല്ലം തൃശ്ശൂർ ഇപ്പം കലങ്ങിപ്പോയി, ഈ പ്രാവശ്യം തൃശ്ശൂർ പൂരം വളരെ അന്തസ്സായിട്ട് നടന്നു, മനസ്സിലായോ? അങ്ങനെയൊക്കെ കിട്ടുന്നതിന് മനുഷ്യരുടെ ഒരു പേരും പെരുമയും കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യരുടെ ഒരു പേരും പെരുമയും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയാണെങ്കിൽ അതിന് അർത്ഥം നഷ്ടപ്പെട്ടു പോകും. അതെ. അപ്പം നമ്മൾ പെരുന്നാൾ നടത്തുമ്പോൾ വാസ്തവത്തിൽ ചെയ്യേണ്ടതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തെ ധ്യാനം, അതിനുശേഷം പരിശുദ്ധ കുർബാനയുടെ ഒരു 13 മണിക്കൂർ ആരാധന, അതിനുശേഷം എല്ലാവരും പരിശുദ്ധ കുർബാന കൈക്കൊള്ളുക. പരിശുദ്ധ കുർബാന കൈക്കൊണ്ടതിന് ശേഷം പള്ളിമുറ്റത്തിരുന്ന് എല്ലാവരും ഒരു ലഘുഭക്ഷണം കഴിച്ച് സ്നേഹത്തോടെ പിരിയുക. ഇതാണ് പെരുന്നാൾ ആഘോഷത്തിൽ ചെയ്യേണ്ടത്. എന്താണെങ്കിലും അച്ഛൻ നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ മാതൃക നിർദ്ദേശിച്ചിട്ടുണ്ട്. ധൈര്യമുള്ളവർക്ക് ഇത് സ്വീകരിക്കാം, നടപ്പിലാക്കാം അല്ലേ? അങ്ങനെ ഒരു ധൈര്യവും കൂടെ ഒക്കെ നമുക്ക് വേണ്ടേ? ഒരു ബദൽ നമ്മൾ അധികം ആഗ്രഹിക്കുക, നമുക്ക് ആ പോയതുപോലെ പോകാനേ നമുക്ക് ഇഷ്ടമുള്ളൂ. നമ്മൾ പരിചയിച്ച ആ മുഷിഞ്ഞ വസ്ത്രമാണ് നമുക്കിഷ്ടം. അത് മാറാൻ ചിലർ വസ്ത്രം മാറില്ല, അത് കണ്ടിട്ടില്ലേ? അവർക്ക് ആ മുഷിഞ്ഞ അതിട്ടുകൊണ്ട് പോകാൻ ഇഷ്ടം, അതാണ് കംഫർട്ട്. അതൊക്കെ അപ്പൊ നമ്മൾ ശീലിച്ച ആ ശീലങ്ങളിൽ നിലനിൽക്കാനാണ് നമുക്കിഷ്ടം. അതിൽ നിന്ന് മാറി നിൽക്കാന്ന് പറയുന്നത് ഇത്തിരി റിസ്ക് ഉണ്ട്, മനസ്സിലായോ? അപ്പൊ ആ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറില്ല. അപ്പൊ നമ്മുടെ പള്ളി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രദർശനം, അത് കള്ള് പ്രദർശനമായിരിക്കും മിക്കപ്പോഴും. കള്ളു കുടിച്ചവരും മദ്യപിച്ചവരും എല്ലാവരും വന്ന് അവരുടെ മിടുക്കും അവരുടെ കഴിവുകളും അവരുടെ കമാൻഡിങ് പവറും എല്ലാം കാണിക്കാനുള്ള ഒരു സന്ദർഭമാണ് പ്രദർശനം. അപ്പോൾ അവിടെ വിശുദ്ധൻ ഒരു വിഗ്രഹമായിട്ട് ഇങ്ങനെ പിന്നിലെ പതുക്കെ എഴഞ്ഞഴിഞ്ഞ് വരുന്നു. ഇവര് വളരെ മോടിയായിട്ട് വളരെ ആഡംബരപൂർവ്വം ഇവർ മുന്നിൽ നിന്ന് നിയന്ത്രിക്കുന്നു, ഭരിക്കുന്നു, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, മനസ്സിലായോ? ഇതാണ് അവസ്ഥ. അപ്പോൾ വിശുദ്ധൻ അവഗണിക്കപ്പെടുകയും ഇവര് തങ്ങളെ തന്നെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണത്. അത് മാറണം. അച്ഛൻ സൂചിപ്പിക്കുന്ന എല്ലായിടത്തും അല്ലാട്ടോ, എങ്കിലും ചിലയിടങ്ങളിലൊക്കെ നമ്മുടെ പെരുന്നാളുകളും പ്രദക്ഷിണങ്ങളുമൊക്കെ ഇത്തരത്തിൽ വികലമായി പോകുന്നുണ്ടോ എന്നുള്ള ഒരു സന്ദേഹം കൂടെ അല്ലേ? സന്ദേഹം മാത്രമേ ഉള്ളൂ. കാരണം എനിക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ലല്ലോ. അച്ഛാ, നമ്മുടെ ഈ ഒരു നല്ല വർത്തമാനം അവസാനിപ്പിക്കുമ്പോൾ ഒരു അവസാന ചോദ്യം എന്നുള്ള രീതിയിൽ, ഈ മനുഷ്യരെല്ലാവരും അച്ഛാ ഇന്ന് വലിയൊരു തിരക്കുകളിലാണ്. എന്താ പറയുന്നത്, പ്രാർത്ഥിക്കാൻ പോലും അല്ലെങ്കിൽ ഒരു സ്നേഹിക്കാൻ പോലും സമയം കിട്ടാതെ വല്ലാണ്ട് ഒരു തിരക്കിലോടുന്ന ഒരു സമയമാണ്. അങ്ങനെയുള്ള ഒരു ജീവിതാവസ്ഥയിൽ അച്ഛന് ഈ പ്രേക്ഷകർക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ദൂതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു നമ്പൂരിയുടെ വീട്ടിലെ ദേഹാണപ്പുരയ്ക്ക് തീ പിടിച്ചു. ഭാര്യ പ്രസവ വേദന അനുഭവിച്ച് ഞരങ്ങുന്നു. അവിടുത്തെ ഒരു കൊച്ച് കണക്കിപ്പോയി. ഇപ്പം നമ്പൂരി വളരെ ശാന്തനായിട്ട് മുറുക്കാഞ്ചെല്ലം എടുത്ത് വെച്ച് വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുകയാണ്. ചുണ്ണാമ്പ് തേച്ചിട്ട് ശാന്തമായിട്ട് പറഞ്ഞു, നീ കേശവനെ വിളിച്ച് ദേഹണ്ണപ്പുരയിലേക്ക് ആ പൈപ്പ് വെള്ളം ചീറ്റിക്കാൻ പറ. നീ തന്നെ കിണറ്റിലിറങ്ങി കൊച്ചിനെ എടുക്ക്. ഭാര്യയും കൊണ്ട് ആശുപത്രിയിൽ പോകാനായിട്ട് മകളോട് പറ. 3 പേരും 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു. അതിന് നിർദ്ദേശം കൊടുത്ത പക്വമായ ഒരു മനസ്സുണ്ടാകും. പ്രതിസന്ധികളുടെ മുമ്പിൽ പതറാതെ നിൽക്കുന്ന ഒരു മനസ്സ്. നെപ്പോളിയൻ യുദ്ധം നയിക്കുകയാണ്. 5000 പട്ടാളക്കാരാണ് എതിരെ വരുന്നത്. നെപ്പോളിയൻ്റെ കയ്യിൽ 50 പേരേ ഉള്ളൂ. 50 പേരെ ഒരു വളവിൽ 50 പേരെ 5 വരിയായിട്ട് 10 പേരെ നിർത്തി, 15, 50. എന്നിട്ട് നെപ്പോളിയൻ കമാൻഡറെ വിട്ട് ചോദിപ്പിക്കുകയാണ്, കീഴടങ്ങുന്നുവോ അതോ യുദ്ധത്തിന് തയ്യാറാണോ? ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ, ഈ 50 പേരുടെ മുമ്പിൽ 10,000 ആർമി ഒന്നുമല്ല. അതായത് ഈ 50 പേര് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇതിന് പിന്നാലെ കണ്ടമാനം ഉണ്ടെന്ന് അവരുടെ വിചാരം. ആ ഒരു പിക്ചർ, ആ ഒരു ഇമേജ് കൊടുക്കാനുള്ള കഴിവ് മനസ്സിലായി. അതാ നേരത്തെ തോന്നണം.
ആ നേരത്ത് അവർ 10,000 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് വയറിളകാൻ നോക്കി കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ പറ്റുമോ? അതാണ് മനുഷ്യന്, അവനിൽ ഒത്തിരി കഴിവുകളുണ്ട്. അവൻ ബലഹീനനാണെങ്കിലും അവനിൽ ഒത്തിരി ചിന്താശക്തിയുണ്ട്, ഓർമ്മശക്തിയുണ്ട്, പല ശക്തികളും പല കഴിവുകളും അവനിലുണ്ട്. അത് ശരിയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും അവൻ അനുഭവപ്പെടണം. അവിടെയാണ് പ്രാർത്ഥന ആവശ്യമായി വരുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന, ദൈവത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് ദൈവം തുണയായിട്ടുള്ളപ്പോൾ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഈ സൃഷ്ടികർമ്മത്തിന് ശേഷം ദൈവം വിശ്രമിക്കുന്നതായിട്ട് വചനത്തിൽ പറയും. ദൈവം വിശ്രമിക്കുന്നതായിട്ട് പറയുന്നത് 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്നത്, 7 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. ആ നമ്പർ ഒരു കുടുംബ ബന്ധത്തിൻ്റെ, ഒരു ഉടമ്പടി ബന്ധത്തിൻ്റെ പ്രതീകമാണ് ഈ 7 എന്ന് പറയുന്നത്. ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം സൃഷ്ടിയുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. ഞാൻ നിങ്ങളെ സൃഷ്ടിക്കുന്നു, ഞാൻ നിങ്ങളുടെ സൃഷ്ടാവാണ്, നിങ്ങൾ എൻ്റെ സൃഷ്ടികളാണ്. കുറച്ചുകൂടി നല്ല ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ദൈവവും നിങ്ങൾ എൻ്റെ മക്കളുമാണ്. മക്കള് പിതാവിനെ അംഗീകരിക്കണം, ബഹുമാനിക്കണം, പിതാവായിരിക്കുന്ന പോലെ പിതാവിനെ മഹത്വപ്പെടുത്തണം. അപ്പോഴേ ജീവിതം അതിൻ്റെ ശരിയായ ട്രാക്കിലേക്ക് വരുന്നുള്ളൂ. അങ്ങനെ ശരിയായ ട്രാക്കിലേക്ക് വരുവാൻ നമ്മൾ തമ്മിലൊരു ബന്ധം വേണം. ആ ബന്ധമാണ് സൃഷ്ടികർമ്മത്തിലൂടെ ഒരു ഉടമ്പടി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ദൈവം ഉണ്ടാക്കുന്നത്. അപ്പോൾ 7-ാം ദിവസം എന്ന് പറയുമ്പോൾ ഈ ഉടമ്പടി ബന്ധത്തിന്റെ സൂചിപ്പിക്കുന്ന ഒരു നമ്പറാണത്. അബ്രാഹവും അബിമലേക്കും തമ്മിൽ, വേലക്കാർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ അവർ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ആ ഉടമ്പടിയിൽ ഏർപ്പെട്ടപ്പോൾ അവർ 7 ആടുകളെ കൈമാറിയിട്ടാണ് ആ ഉടമ്പടി സ്ഥിരീകരിക്കുന്നത്. അപ്പം അങ്ങനെ ആ ഉടമ്പടി സ്ഥിരീകരിക്കുന്ന ഒരു പ്രവൃത്തി, ആ പ്രവൃത്തിയാണ് ദൈവം 7-ാം ദിവസം ചെയ്യുന്നത്. ആ ഒരു സാബത്ത് നമ്മൾ സഭയിൽ ആചരിക്കാൻ, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസമാണല്ലോ. അപ്പോൾ അത് ആചരിക്കുമ്പോൾ തന്നെ പലയിടത്തു നിന്നുള്ള അനുഭവങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ഒരു വചനത്തെ തന്നെ നമ്മൾ എന്താ പറയുക, സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു വില കൊടുക്കുമ്പോൾ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അനുഭവങ്ങളുണ്ട് ധാരാളം. ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ദൈവികമായ അനുഭവങ്ങളുണ്ടാവും. ദൈവിക അനുഭവങ്ങൾ ലൗകിക ലോകത്തിനടുത്ത അനുഭവങ്ങളല്ല. അത് ലോകത്തിൽ എപ്പോഴും ഒരു അത്ഭുതം തന്നെയാണ്. അത് ചെറുതോ വലുതോ ആകാം. അന്തോണീസിന്റെ അപ്പൻ ആരെയോ കൊന്നെന്നാണ് ആരോപണം വന്നത് കോടതിയിൽ, മനസ്സിലായോ? അപ്പോൾ അന്തോണീസിനാളൻ നേരെ കോടതിയെ സെമിസ്റ്റേറിലേക്ക് വിളിച്ചു. അവനോട് എഴുന്നേക്കാൻ പറഞ്ഞു, മരിച്ചു പോയവനോട്. അവൻ എഴുന്നേറ്റു. നിന്നെ കൊന്നത് ആരാടാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഇത്രേ എനിക്ക് പറയാനുള്ളൂ, എൻ്റെ അപ്പൻ ആരെയും കൊന്നിട്ടില്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ, ആരാ കൊന്നെന്ന് പറഞ്ഞിട്ടില്ല. ഇനി ആ കൊന്ന ആൾ ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മുടെ മുമ്പിലേക്കൊരു വലിയ ചോദ്യം എറിഞ്ഞിട്ട് തന്നുകൊണ്ടാണ് അച്ഛൻ ഇത് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവസ്നേഹത്തിൻ്റെ വിവിധ തലങ്ങൾ അച്ഛനിലൂടെ പരിശുദ്ധാത്മാവ് ഈ ഒരു സെഷനിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു. അച്ഛൻ, നമുക്ക് ഈ ഒരു സെഷൻ ഒന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നു. ഓക്കെ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ മക്കൾ അമ്മയുടെ സന്നിധിയിലാണ്. അമ്മയുടെ പുത്രനായ ഈശോ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ഈശോ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിക്കുന്നവരുടെ മധ്യേ ഞാനുണ്ട്. ഈശോ തീർച്ചയായും ഞങ്ങളുടെ കൂടെയുണ്ട്. ഈശോയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഞങ്ങൾ ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ സ്തുതിക്കുന്നു. ഈശോ ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷകനും നാഥനും സ്നേഹിതനും പരിപാലകനും സംരക്ഷകനുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോയെ സ്തുതിക്കുമ്പോൾ വാസ്തവത്തിൽ അമ്മയ്ക്ക് സന്തോഷം തോന്നിക്കുന്നില്ലേ? അങ്ങനെ ഈശോയെ സ്തുതിക്കാനും ഈശോയ്ക്ക് എതിരായിട്ട് ഒന്നും ചെയ്യാതെ ജീവിക്കാനും പാപമെന്ന മഹാതിന്മയെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ വചനം കേൾക്കുന്ന മക്കൾ അത് ശരിയായി ഗ്രഹിച്ച് നല്ല മനസ്സോടുകൂടി സ്വീകരിച്ച് ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വരുവാനും ദൈവരാജ്യം വിപുലമാക്കുന്നതിനും അവരുടെ സഹകരണം ഉണ്ടാകാൻ അമ്മ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. ബഹുമാനപ്പെട്ട ജോസഫ് അറാശ്ശേരി അച്ഛനെ നമുക്ക് എപ്പോഴും ഒന്നുകിൽ പ്രാർത്ഥിക്കുന്നതായി അല്ലെങ്കിൽ വായിക്കുന്നതായി ആണ് കാണുവാനായിട്ട് സാധിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ വായിച്ചറിയുവാനും ഒത്തിരി പരിശ്രമിക്കുന്ന വ്യക്തിയാണ്. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ ശ്രവിച്ച നമുക്ക് ഏവർക്കും അച്ഛനിൽ നിന്ന് അച്ഛൻ്റെ അറിവും ആത്മീയതയും ഇന്നും
പഠിച്ചുകൊണ്ടിരിക്കുവാനായിട്ടുള്ള ആ ത്വരയും കൈമുതലാക്കുവാനായിട്ടുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛനിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയാം.